ഹലോ, രാവിലെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു വെജ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഒരു വറുത്തരച്ച മസാല കറിയുടെ ടേസ്റ്റ് ആണ് വരുന്നത്. എന്നാൽ നമ്മൾ ഇതിൽ തേങ്ങയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. രാവിലെ സ്കൂളിലും ഓഫീസിലൊക്കെ കൊടുത്തുവിടാനുള്ള ആ ഒരു തിരക്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റൂ കേട്ടോ. ഒരു ഒഴിച്ചുകൂട്ടാനായിട്ട് നമുക്കിത് കൊടുത്തുവിടാം. അപ്പൊ ഇത് റെഡിയാക്കാനായിട്ട് നമുക്കിതാ ഇത്രയും വെജിറ്റബിൾസ് മതി കേട്ടോ. അതായത് വെണ്ടയ്ക്ക, തക്കാളി, ഉരുളക്കിഴങ്ങ് അത്രയാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകും ജീരകവും പൊട്ടിക്കുക കേട്ടോ അതിൽ. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും, അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുക. ഒരു പകുതി വേവാകുമ്പോഴത്തേക്കും ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കറിയിലേക്ക് ആവശ്യമുള്ള അത്രയും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതൊന്ന് ഒരു 2 മിനിറ്റ് വഴറ്റിയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഒക്കെ അടച്ചു വെച്ചാൽ മതി കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെക്കാം. അപ്പൊ അത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലകൾ റെഡിയാക്കാം കേട്ടോ. തേങ്ങ അരക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതെല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ തന്നെ മസാലപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി ഒന്ന് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. വറുത്തെടുത്തതിന് ശേഷം എന്താ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കത് കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് ഇതേപോലെ പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കാം. നമുക്കിത് പച്ചക്കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പച്ചക്കറി ഒരു 1/4 ഭാഗത്തോളം ഒക്കെ വെന്താൽ മതി കേട്ടോ. ബാക്കി നമുക്ക് ഈ മസാല കിടന്ന് വെന്തോളും. അപ്പൊ ഇത് ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് തിളപ്പിക്കാൻ വെക്കാം. ഒരു കാര്യം മറക്കരുത്, ചൂടുവെള്ളം വേണോട്ട് ഒഴിക്കാനായിട്ട്. നമ്മൾ കറി എങ്ങനെ വെച്ചാലും പകുതി വേവിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ചൂടുവെള്ളം മാത്രമേ കറിയിലേക്ക് ഒഴിക്കാവൂ, പച്ചവെള്ളം ഒഴിക്കരുത്. അപ്പൊ ഇത്ര വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തിളച്ച് തരണം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഒന്ന് കുറുകി എണ്ണ തെളിഞ്ഞ് വരുന്ന പാകമാകുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. അത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വെജിറ്റബിൾ കറി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒഴിച്ചുകൂട്ടാനായിട്ട് ഓഫീസിലോ സ്കൂളിലോ ഒക്കെ കൊടുത്തുവിടാൻ പറ്റും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.